ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളിലേക്ക് മാറുകയാണ് തിരുവനന്തപുരം. നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടി വരുന്നു. മാനസ, ഈ സ്മാർട്ട് റോഡുകളുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് പറയാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാനസയിലേക്ക് പോവുകയാണ്. മാനസ, ഗുഡ് മോർണിംഗ്. ഈ പറയുന്നത് റോയൽ സിറ്റി എന്ന് പേര് കേട്ട നഗരമാണ് തിരുവനന്തപുരം. ഡബിൾ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സ്മാർട്ട് റോഡ് ഇതാ 12 എണ്ണം. അതുകൂടാതെ BMBC പ്രകാരം നിർമ്മിച്ചിട്ടുള്ള അത്ര നിലവാരമുള്ള 28 പ്രധാന റോഡുകൾ വേറെ. ആകെ മൊത്തം സ്മാർട്ട് ആവുകയാണല്ലോ തിരുവനന്തപുരം. തീർച്ചയായും അന്ന, എടുത്തു പറയേണ്ടത് ഈ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ ഇഴഞ്ഞു നീങ്ങിയ ഒരു ഘട്ടമുണ്ടായിരുന്നു ഈ റോഡുകളുടെ കാര്യത്തിൽ. അതൊക്കെയും LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് തലസ്ഥാന നഗരത്തെ ഉയർത്തി എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്. മാത്രമല്ല, ഈ ഡബിൾ സ്മാർട്ടായി എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർ കൂടി കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി തന്നെ തുറന്നു കൊടുത്തതാണ്. ഗതാഗത കുരുക്ക് ഉണ്ടാകേണ്ട എന്ന സാഹചര്യം കണക്കിലെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ മുറയ്ക്ക് എല്ലാ റോഡുകളും തന്നെ നേരത്തെ തുറന്നു കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം എന്ന ചടങ്ങ് മാത്രമാണ് നാളെ നടക്കാൻ പോകുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് നിർവഹിക്കുക. ഏതായാലും നമുക്ക് റോഡുകളുടെ കാര്യം തന്നെ സൂചിപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം സൗന്ദര്യവും എത്രത്തോളം സൗകര്യപ്രദവുമായ റോഡുകളാണ് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാനിവിടെ നിൽക്കുന്നത് വഴുതക്കാട് ജംഗ്ഷനിലാണ്. ആൽത്തറ മുതൽ ഫ്ലൈ ഓവർ വരെ നീളുന്ന അതായത് ആൽത്തറ മുതൽ ഫ്ലൈ ഓവർ വരെയുള്ള 3030 മീറ്റർ റോഡാണ്. അതായത് 4 വരി പാതയും 2 വരി പാതയുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മാത്രമായി 77 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ 12 സ്മാർട്ട് റോഡുകൾക്കായി 184 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ വർഷം, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ, അതായത് മാനവീയം വീതിയും കലാഭവൻ മണി റോഡും നേരത്തെ തന്നെ പൂർത്തിയായതാണ്. അത് മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. എങ്കിൽ ബാക്കിയുള്ള 10ഉം അതോടൊപ്പം തന്നെ നേരത്തെ ഉദ്ഘാടനം നിർവഹിച്ച 2 റോഡുകളുടെയും ഉദ്ഘാടനമാണ് നാളെ നടക്കുക. ഒപ്പം തന്നെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, ഇനി ഒരു വെള്ളപ്പൊക്കമുണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സീവേജ് പ്രശ്നങ്ങൾ ഉണ്ടായാലൊക്കെയും തന്നെ റോഡുകൾ വെട്ടിപ്പൊളിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക് കേബിൾ സ്ഥാപിക്കലും സീവേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാ കേബിളുകളും തന്നെ ഈ റോഡിൻ്റെ അടിയിൽ കൂടെ പോയതിനാൽ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടാണ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആളുകൾക്ക് നടക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട സാഹചര്യമേ ഇവിടെ ഇല്ല. ഞാൻ നിൽക്കുന്ന ഇടത്ത് തന്നെ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സൈക്കിൾ ട്രാക്കിലാണ്. അതിന് തൊട്ട് അപ്പുറത്ത് തന്നെ നടപ്പാതയുണ്ട്. അത് സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദമായ ഒരു നടപ്പാതയാണ് ടൈൽപ്പാകി നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നടക്കുന്നതോടൊപ്പം കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും സൈൻ ബോർഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തെരുവ് വിളക്കുകളുടെ കാര്യത്തിലാണെങ്കിലും അത് ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും വഴിവിളക്കുകൾ. എടുത്തു പറയേണ്ടത് സ്മാർട്ട് റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത, അതായത് ആൻറ്റി ഗ്ലെയർ മീഡിയനുകളാണ്. അതായത് 4 വരി പാതയാണ്. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് മറുദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട എന്ന സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടുള്ള ആൻറ്റി ഗ്ലെയർ മീഡിയനുകളുടെ പ്രത്യേകതയാണ് ഈ സ്മാർട്ട് റോഡുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈക്കിൾ ട്രാക്ക് അത് പച്ച നിറത്തിൽ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് നേരത്തെ നമ്മൾ എറണാകുളത്തൊക്കെയും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ 12 റോഡുകളിലും ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നഗരസഭയുടെ മികവും കൂടി എടുത്തു പറയണം. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡുകളുടെയൊക്കെയും തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 12 റോഡുകൾ ഏതാണ് എന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ആ റോഡുകളുടെ പേരൊന്ന് പറയാം. മാനവീയം വീതി, കലാഭവൻ മണി റോഡ്, VJT ഹാൾ ഫ്ലൈ ഓവർ റോഡ്, സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡ്, നോർക്ക ജംഗ്ഷൻ ഗാന്ധിഭവൻ റോഡ്, തൈക്കാട് ഹൗസ് MG രാധാകൃഷ്ണൻ റോഡ്, സ്പെൻസർ ജംഗ്ഷൻ ജനറൽ ആശുപത്രി വഞ്ചിയൂർ ജംഗ്ഷൻ, ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് പാലം, ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡ്, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ്, ഒപ്പം തന്നെ ആൽത്തറ ചെന്തിട്ട റോഡ്.
ഈ ആൽത്തറ മുതൽ നോർക്ക ജംഗ്ഷൻ വരെയാണ് 4 വരി പാതയുള്ളത്. ഒപ്പം തന്നെ ഈ മേട്ടുക്കട മുതൽ ഫ്ലൈ ഓവർ വരെ 2 വരി പാതയുമാണ്. ഏതായാലും ഇതിൻ്റെയൊക്കെയും തന്നെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങ്. അതോടുകൂടി നഗരത്തിന് ഈ ലോകോത്തര നിലവാരത്തിൽ ഉയർന്ന ഈ റോഡുകളുടെ അഹങ്കാരത്തിൽ ഒന്നുകൂടി നഗരത്തിന് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കാം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അന്ന. അതെ മാനസ, അങ്ങനെ 12 സ്മാർട്ട് റോഡുകളാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. BMBC അത്രയും മികച്ച സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നത് മറ്റ് 28 പ്രധാന റോഡുകൾ കൂടിയാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരം ആകെ മൊത്തം അങ്ങ് സ്മാർട്ടാകാൻ ഒരുങ്ങുകയാണ്. ഈ റോഡുകൾ കൂടി വരുമ്പോൾ വളരെ തിരക്കുള്ള നഗരമാണ്. അതിൽ ഇത്തരം സംവിധാനങ്ങൾ കൂടി വരുമ്പം അല്ലെങ്കിൽ തന്നെ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ നഗരമാണ്. റോയൽ സിറ്റിയാണ് അനന്തപുരി എന്നതാണ് വിളിപ്പേര്. അപ്പം ഇത്തരം സംവിധാനങ്ങൾ കൂടി കൂടുതൽ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നേട്ടം തന്നെയായി വേണം പറയാൻ. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.